നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. മുൻ ചെന്നൈ സിറ്റി മുഹമ്മദിയൻസ് താരം പെട്രോ മാൻസി എന്ന് പറയുന്ന താരത്തിന് ഇപ്പോൾ മലപ്പുറം FC സൈൻ ചെയ്ത വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് താരം സ്റ്റോറിയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പെട്രോ മാൻസി ഇനി മലപ്പുറം FC വേണ്ടി കളിക്കുമെന്ന് തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാനുള്ളത് ഫോഴ്സ കൊച്ചിയുടെ അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ജോ പോളാഞ്ചേരിനെ സൈൻ ചെയ്ത വിവരം ഇന്നലെ ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോഴ്സ കൊച്ചിയുടെ അസിസ്റ്റൻറ്റ് കോച്ച് സ്ഥാനത്ത് മികച്ച രീതിയിൽ തന്നെ പരിശീലനം നടത്തട്ടെ എന്ന് ആശംസിക്കാം ജോ പോളാഞ്ചേരിക്ക്. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. മുൻ ISLൻ്റെ ഹെഡ് കോച്ച് സ്ഥാനത്ത് മികച്ച രീതിയിൽ മത്സരങ്ങളിലെല്ലാം പരിശീലിപ്പിച്ച ഹെഡ് കോച്ചാണ് ജോൺ ഗ്രിഗറി. ഇപ്പോൾ ജോൺ ഗ്രിഗറി ഒഫീഷ്യലായിട്ട് മലപ്പുറം FC ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത വിവരം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ISLൽ നിന്ന് ഇപ്പോൾ മലപ്പുറം FC ജോൺ ഗ്രിഗറി സൈൻ ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് തന്നെ. എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ അനസ് എടത്തൊടിക്കനെ ഇപ്പോൾ മലപ്പുറം FC സൈൻ ചെയ്ത വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഡിഫൻഡർ സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും അതേപോലെ തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടിയുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അനസ് എടത്തൊടിക്ക. എന്തായാലും താരത്തിന് ഇനി മലപ്പുറം FC കാണാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. കൊൽക്കത്തയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലെ പ്രീ സീസൺ അവസാനിപ്പിച്ച് ഡുറൻ കപ്പിന് ആയിട്ട് കൊൽക്കത്തയിൽ എത്തിയ വിവരം ഒഫീഷ്യലായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിദേശ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു.